ഹായ്, CA ഫൗണ്ടേഷൻ്റെ പേപ്പർ ഫോർ ബിസിനസ് എക്കണോമിക്സ് അതിൻ്റെ ചാപ്റ്റർ 1 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സിൻ്റെ യൂണിറ്റ് 2യുടെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ യൂണിറ്റ് 1, യൂണിറ്റ് 2 അത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. പിന്നെ ഇതിൽ നമ്മൾ യൂണിറ്റ് 2യുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഇൻ എ ഫ്രീ മാർക്കറ്റ് എക്കോണമി ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്നാ പറയുന്നത്, ഫ്രീ മാർക്കറ്റ് എക്കോണമി. ഫ്രീ മാർക്കറ്റ് എക്കോണമി എന്ന് വെച്ചാൽ ഏത് എക്കോണമിയാണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിന് നമ്മൾ ഫ്രീ എക്കോണമി അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് എക്കോണമി, ലേസിസ് ഫെയർ എക്കോണമി എന്ന് പറയും. സോ അതിൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നത്? സോ നമ്മൾ ഓപ്ഷൻസ് നോക്കാം. വോട്ടിംഗ് ബൈ കൺസ്യൂമർ. കൺസ്യൂമർ ഓരോ റിസോഴ്സിനും വോട്ട് ചെയ്യുന്നുണ്ടോ അവിടെ? സോ മാർക്കറ്റ് എക്കോണമിയിൽ അവർ വോട്ട് ചെയ്യുന്നില്ലല്ലോ, സോ എ അല്ല. സെക്കൻഡ്, പ്ലാനിങ് അതോറിറ്റി. പ്ലാനിങ് അതോറിറ്റി എന്ന് വെച്ചാൽ ഏത് മാർക്കറ്റ് എക്കോണമിയുടെ കീഴിലാണ് തന്നെ? സോഷ്യലിസ്റ്റ് എക്കോണമി. അവിടെ ഗവൺമെന്റ് ആണ് പ്ലാനിങ് അതോറിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ഇവിടെ മാർക്കറ്റ് എക്കോണമിയിൽ പ്ലാനിങ് അതോറിറ്റി വന്നില്ല. കൺസ്യൂമർ പ്രിഫറൻസ്. ഇതിൽ എന്നാ പറയുന്നത്? കൺസ്യൂമേഴ്സ് അവരുടെ ചോയ്സ് അനുസരിച്ചാണ് മാർക്കറ്റ് എക്കോണമിയിൽ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. കൺസ്യൂമർ പ്രിഫറൻസ്. ഡി, ലെവൽ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം. ഒരു ഫേമിന് പ്രോഫിറ്റ് കൂടുന്നത് കൊണ്ട് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നതിൽ അവിടെ എന്തെങ്കിലും ഫാക്ടർ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. കൺസ്യൂമർ പ്രിഫറൻസ് ആണ് ഇവിടെ ആൻസർ. ഓക്കെ, മാർക്കറ്റ് എക്കോണമിയിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നോക്കിയതാണ്. മാർക്കറ്റ് എക്കോണമി കൺസ്യൂമർ പ്രിഫറൻസ് വഴിയാണ് കൺട്രോൾ ചെയ്തു പോകുന്നത്, കൺസ്യൂമേഴ്സിന്റെ ചോയ്സ് അനുസരിച്ച്. സോ അടുത്ത 23rd, in a capitalist economy uses dash as a principal means of allocating resources. ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് എക്കോണമിയിൽ പ്രിൻസിപ്പൽ മീൻസ് ഓഫ് അലോക്കേറ്റിംഗ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പൽ മീൻസ് ഏതാ? ഡിമാൻഡ് ആണോ, സപ്ലൈ ആണോ, എഫിഷ്യൻസി ആണോ, പ്രൈസ് ആണോ? ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി പ്രോഫിറ്റ് മോട്ടീവ് ആണ്. അതിന്റെ പ്രിൻസിപ്പൽ മീൻസ് എന്ന് വെച്ചാൽ എപ്പോഴും പ്രൈസ് ആയിരിക്കും. സോ പ്രൈസ് പ്രിൻസിപ്പൽ മീൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കൺസിഡർഡ് ആസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് അലോക്കേറ്റിംഗ് റിസോഴ്സസ് യൂസിങ് എ മാർക്കറ്റ് സിസ്റ്റം? ഈ ക്വസ്റ്റ്യൻ മേ ബി ഒരു കൺഫ്യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഫോളോയിങ് ഇസ് എ കൺസിഡർഡ് ഡിസഡ്വാൻറ്റേജ് അലോക്കേറ്റിംഗ് റിസോഴ്സസ് യൂസിങ് മാർക്കറ്റ് സിസ്റ്റം. ഈ മാർക്കറ്റ് സിസ്റ്റം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് എന്താ? ഇവിടെ കൺസ്യൂമേഴ്സിന് ഫ്രീ ആയിട്ടൊരു ചോയ്സ് ഉണ്ട്. പ്രൈവറ്റ് എന്റർപ്രൈസ് ആണ് ഇവിടെ ഓൺ ചെയ്യുന്നത്. പ്രോഫിറ്റ് മോട്ടീവ് അവർക്കുണ്ട്. സോ ഇത്രയും ഫാക്ടേഴ്സ് നമ്മുടെ മൈൻഡിൽ വരും. സോ ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കാം. സപ്പോസ് ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാത്ത പോലെ ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻസ് എന്നാ ചെയ്യുക? സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ കണ്ടിന്യൂ ചെയ്തു പോകുക. അതിൽ നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഇതിൽ എന്താ പറയുന്നത്? ഇൻകം വിൽ ടെൻഡ് ടു ബി അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇൻകം അൺഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ഇത് ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്തത് നോക്കാം. പീപ്പിൾ ഡു നോട്ട് ഗെറ്റ് ഗുഡ്സ് ഓഫ് ദെയർ ചോയ്സ്. മാർക്കറ്റ് സിസ്റ്റത്തിൽ പീപ്പിൾ ഡു നോട്ട് ഗെറ്റ് ഗുഡ്സ് ഓഫ് ദെയർ ചോയ്സ്. ഡു നോട്ട് ഗെറ്റ്, അവർക്ക് ഫ്രീ ചോയ്സ് ചെയ്യാൻ പറ്റും. സോ അവിടെ എന്താ, നമുക്ക് കൺസ്യൂമേഴ്സ് ചൂസ് ചെയ്യുന്ന ഗുഡ്സ് അവർക്ക് കിട്ടും. സോ ഇത് കറക്റ്റ് ആണോ? എക്സാക്ട് ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് പീപ്പിളിന് അവർ ചൂസ് ചെയ്യുന്നത് കിട്ടുന്നില്ല. എങ്കിലും കോമൺ ആയിട്ട് പറയുന്നത് എന്താ? കൺസ്യൂമർ പ്രിഫറൻസ് ഉള്ളത് കൊണ്ട് പീപ്പിളിന് അവർ ചൂസ് ചെയ്യുന്നത് കിട്ടും. സോ ബി അല്ല. കാരണം ഇവിടെ തന്നെ ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിച്ചേക്കുന്നത്. മെൻ ഓഫ് ഇനിഷ്യേറ്റീവ് ആൻഡ് എന്റർപ്രൈസസ് ആർ നോട്ട് റിവാർഡഡ്. ഇനിഷ്യേറ്റീവ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് റിവാർഡ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ കിട്ടും. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കിട്ടില്ല എന്നല്ലേ പറഞ്ഞേക്കുന്നത്. സോ ഇതല്ല. പ്രോഫിറ്റ് വിൽ ബി ടെൻ ടു ബി ലോ. സോ ഇത് അലോക്കേഷൻ ഓഫ് റിസോഴ്സസിന് ബേസിസിലാണോ? ഇതും അല്ല. സോ ഓപ്ഷൻ എ, ഇൻകം വിൽ ബി ടെൻ ടു ബി അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതിന്റെ റീസൺ എന്താ? ഇൻകം എന്തുകൊണ്ടാണ് അവിടെ അൺഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസും ഫേംസിനും അവിടെ ഫ്രീ ഓഫ് ചോയ്സ് ഉണ്ട്. എല്ലാ ഇൻഡിവിജ്വലും ഫേമും അവിടെ സക്സസ്ഫുൾ ആകണമെന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആയ ഫേംസിന് അവിടെ ഹയർ ഇൻകം കിട്ടും. അതുകൊണ്ട് തന്നെ എന്താ, ഇൻകത്തിന് ഒരു ഇൻഇക്വാലിറ്റി സംഭവിക്കും ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഡസ് നോട്ട് അപ്ലൈ ടു എ മാർക്കറ്റ് എക്കോണമി? ഈ ഡസ് നോട്ട് എപ്പോഴും നോക്കുക, അപ്ലൈ ടു എ മാർക്കറ്റ് എക്കോണമി. മാർക്കറ്റ് എക്കോണമിയിൽ പെടാത്തത് ഏതാണ്? ഫേംസ് ഡിസൈഡ് ഹൂം ടു
ഹയർ ആൻഡ് വാട്ട് ടു പ്രൊഡ്യൂസ്. ഫേംസ് ഡിസൈഡ് ചെയ്യുമോ? ഫേംസ് അല്ലേ ഡിസൈഡ് ചെയ്യുന്നത് ആരെ ഹയർ ചെയ്യുക, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇത് കറക്റ്റ് ആണ്. മാക്സിമൈസിങ് പ്രോഫിറ്റ്, ഫേംസ് ചെയ്യുമ്പോൾ മാക്സിമൈസിങ് പ്രോഫിറ്റ്. സോ ഇതും കറക്റ്റ് ആണ്. ഹൗസ് ഹോൾഡ് ഡിസൈഡ് വിച്ച് ഫേംസ് ടു വർക്ക് ആൻഡ് വാട്ട് ടു ബൈ വിത്ത് ദെയർ ഇൻകംസ്. അതായത് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഫേം എന്ത് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ വാട്ട് ടു ബൈ വിത്ത് ദെയർ ഇൻകംസ്. അവർ ഡിസൈഡ് ചെയ്യും അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യും അവരുടെ ഇൻകം വെച്ച് എന്താണ് മേടിക്കേണ്ടത്. അതായത് ഫ്രീ ഓഫ് ചോയ്സ് ആണ് അവർ പറയുന്നത്. സോ ഇതും കറക്റ്റ് ആണ്. നാലാമത്തെ പോയിന്റ് എന്നാ, ഗവൺമെന്റ് പോളിസീസ് ആർ പ്രൈമറി ഫോഴ്സ് ദാറ്റ് ഗൈഡ് ദ ഡിസിഷൻ ഓഫ് ദ ഫേംസ് ആൻഡ് ഹൗസ് ഹോൾഡ്. അതായത് ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് എക്കണോമിയിൽ ഗവൺമെന്റ് ഇന്റർവെൻ ചെയ്യുമോ? ഇല്ല. സോ ഇതാണ് ഫോൾസ് അല്ലെങ്കിൽ ഡസ് നോട്ട് അപ്ലൈ ടു എ മാർക്കറ്റ് എക്കോണമി. ഗവൺമെന്റ് അവിടെ ഇന്റർപ്റ്റ് ചെയ്യില്ല. ഇൻ എ മിക്സ്ഡ് എക്കോണമി, മിക്സ്ഡ് എക്കോണമിയിൽ എന്നാ പറയുന്നത്, ഓൾ എക്കണോമിക് ഡിസിഷൻസ് ആർ ടേക്കൻ ബൈ എ സെൻട്രൽ അതോറിറ്റി. എല്ലാ സെൻട്രൽ അതോറിറ്റി ചെയ്യുമോ? ഇല്ല. എല്ലാം പ്രൈവറ്റ് അതോറിറ്റിയാണ് ചെയ്യുന്നത്. അതുമല്ല, എക്കണോമിക് ഡിസിഷൻസ് ആർ പാർഷ്യലി ടേക്കൻ ബൈ ദ സ്റ്റേറ്റ്, പാർഷ്യലി ബൈ ദ പ്രൈവറ്റ് എന്റർപ്രണർ. സോ ഇത് ഈസി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. 27. ദ സെൻട്രൽ പ്രോബ്ലം ഇൻ ആൻ എക്കണോമിക് സിസ്റ്റം. സെൻട്രൽ പ്രോബ്ലം എക്കോണമിയിൽ ഉണ്ടാകുന്ന ഒരു സെൻട്രൽ പ്രോബ്ലം എന്താ? കമ്പയറിംഗ് ദ സക്സസ് ഓഫ് കമാൻഡ് വേഴ്സസ് മാർക്കറ്റ് എക്കോണമീസ്. സോ സക്സസ് കമ്പയർ ചെയ്യുന്നതാണോ? അതായത് കമാൻഡ് വേഴ്സസ് മാർക്കറ്റ്, കമാൻഡ് എക്കോണമി വേഴ്സസ് മാർക്കറ്റ് എക്കോണമി തമ്മിലുള്ള ഒരു സക്സസ് ആണ് കമ്പയർ ചെയ്യുന്നത് സെൻട്രൽ പ്രോബ്ലം ആയിട്ട്? അല്ലല്ലോ, അതല്ല. സെക്കൻഡ് പോയിന്റ്, ഗ്യാരണ്ടി ദാറ്റ് പ്രൊഡക്ഷൻ ഒക്യൂർ മോസ്റ്റ് എഫിഷ്യന്റ്. പ്രൊഡക്ഷൻ മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് ഒക്യൂർ ചെയ്യണം. പക്ഷെ അതാണോ ഇവിടെ സെൻട്രൽ പ്രോബ്ലം ആയിട്ട് പറയുന്നത്? അല്ല. ഗ്യാരണ്ടിങ് ദ മിനിമം ലെവൽ ഓഫ് ഇൻകം ഫോർ എവറി സിറ്റിസൺ. മിനിമം ലെവൽ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടോ? ഇല്ല, അതും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഫോർത്ത് പോയിന്റ് എന്നാ, അതായത് സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി എന്ന് വെച്ചാൽ അലോക്കേറ്റിംഗ് സ്കേർസ് റിസോഴ്സസ് ഇൻ എ സച്ച് എ മാനർ ദാറ്റ് സൊസൈറ്റി അൺലിമിറ്റഡ് നീഡ്സ് ഓർ വാണ്ട്സ് സാറ്റിസ്ഫൈ ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ. ഇതിലെന്താ പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സസ് അല്ലെങ്കിൽ സ്കേർസ് റിസോഴ്സസ് സൊസൈറ്റിയുടെ അൺലിമിറ്റഡ് നീഡ്സിന് വേണ്ടി പ്രോപ്പറായിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വഴി കൺസ്യൂമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ ഫോർ സെൻട്രൽ ക്വസ്റ്റ്യൻ ഓഫ് ദ സ്റ്റഡി ഓഫ് എക്കണോമിക്സ് ഈസ് സപ്പോസ് ടു ആൻസർ. നോട്ട് ദ വൺ ആട്ടോ പറയുന്നത്, നോട്ട് ദ വൺ. സോ നമ്മൾ നോക്കിയ ഫോർ സെൻട്രൽ ക്വസ്റ്റ്യൻസ് എന്താ, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, വാട്ട് പ്രൊവിഷൻസ് ആർ മെയ്ഡ് ഫോർ എക്കണോമിക് ഗ്രോത്ത്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന പ്രോബ്ലംസ് ചെയ്ത വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇതെല്ലാം നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഈ ഓപ്ഷൻ നോക്കുക, ഹൂ പ്രൊഡ്യൂസ് വാട്ട്, വെൻ ആർ ഗുഡ്സ് പ്രൊഡ്യൂസ്, ഹൂ കൺസ്യൂംസ് വാട്ട്, ഹൗ ആർ ഗുഡ്സ് പ്രൊഡ്യൂസ്. സോ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആട്ടോ, ഇത് മാർക്ക് ചെയ്തോ. ഹൂ പ്രൊഡ്യൂസ് വാട്ട്, ആര് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും. ഹൂ കൺസ്യൂംസ് വാട്ട്, ഹൗ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്, വെൻ ആർ ഗുഡ്സ് പ്രൊഡ്യൂസ്. ഇത് നമ്മൾ ഷോർട്ട് ആയിട്ട് നോക്കുവാണെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൂ കൺസ്യൂംസ് വാട്ട്, whom to produce, whom to produce, how goods are produced, ഏത് ടെക്നോളജി ബേസിസിലാണ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, how goods are produced അല്ലെങ്കിൽ how to produce. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വാട്ട് ടു പ്രൊഡ്യൂസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഹൂ കൺസ്യൂംസ് വാട്ട്, എന്ത് കൺസ്യൂം ചെയ്യും അല്ലെങ്കിൽ ആര് കൺസ്യൂം ചെയ്യും, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. സോ ഇത് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇത് നമുക്കുള്ള പ്രോബ്ലം ആണ്. ഹൗ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്, സോ ഇത് നമ്മൾ അറിയാലോ, ഹൗ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി യൂസ് ചെയ്യണം അല്ലെങ്കിൽ ലേബർ ഇന്റൻസീവ് ടെക്നോളജി യൂസ് ചെയ്യണം. പക്ഷെ ഈ പോയിന്റ് എന്താ, വെൻ ആർ ഗുഡ്സ് പ്രൊഡ്യൂസ്, ഇത് നമ്മൾ നോക്കിയ പ്രോബ്ലം ആണ്. ഗുഡ്സ് എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നൊരു പ്രോബ്ലം അറൈസ് ചെയ്യുന്നുണ്ടോ. വാട്ട് ടു പ്രൊഡ്യൂസ് ഉണ്ട്, ഹൗ ടു പ്രൊഡ്യൂസ് ഉണ്ട്, ഹൂം ടു പ്രൊഡ്യൂസ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വാട്ട് ടു പ്രൊഡ്യൂസ് നമ്മൾ നോക്കി, അടുത്ത സെക്കൻഡ് പോയിന്റ് തന്നെ ഹൂം, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ഉണ്ട്, ഹൗ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ഉണ്ട്, വെൻ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ വൺ, അത് നോക്കുമ്പോൾ എന്താ, ഓപ്ഷൻ ബി. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലത്തിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാ, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. മെയിൻ ആയിട്ട് ആ 3 ഇത് നോക്കുക. ഫോർത്ത് ഒരു പോയിന്റ് ആണ് വാട്ട് പ്രൊവിഷൻസ് ആർ മെയ്ഡ് ഫോർ എക്കണോമിക് ഗ്രോത്ത്. ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത് ഹൂ പ്രൊഡ്യൂസസ് വാട്ട്. ഇതിന്റെ മീനിങ് என்ன, വാട്ട് ഇവിടെ തന്നിട്ടുണ്ട്, പ്രൊഡ്യൂസ് തന്നിട്ടുണ്ട്, വാട്ട് ടു പ്രൊഡ്യൂസ്. ഓക്കെ,
അതേപോലെ തേർഡ് പോയിന്റിൽ എന്നാ പറഞ്ഞേക്കുന്നത്, കൺസ്യൂമിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇവിടെ പ്രൊഡക്ഷൻ അല്ല, ഇവിടെ കൺസ്യൂം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരല്ലേ കൺസ്യൂം ചെയ്യുന്നത്, കൺസ്യൂമേഴ്സ്. സോ ഇത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഓക്കെ. തേർഡ് പോയിന്റിൽ ഹൗ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഗുഡ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഹൗ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, അത്രേ ഉള്ളൂ ഇതിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാർജ് പ്രൊഡക്ഷൻ ഓഫ് ഡാഷ് ഗുഡ്സ് would lead to higher production in future. Larger production of which goods led to the higher production? ഫ്യൂച്ചറിൽ ഹയർ പ്രൊഡക്ഷൻ ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ ഏത് ഗുഡ്സ് ആയിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഇത് നോട്ട് ചെയ്ത് വെച്ചോ. അതായത് കൺസ്യൂമർ ഗുഡ്സ് ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്താൽ ഫ്യൂച്ചറിൽ പ്രൊഡക്ഷൻ കൂടുമോ? ഇല്ലല്ലോ. ക്യാപിറ്റൽ ഗുഡ്സ്, അഗ്രികൾച്ചറൽ ഗുഡ്സ്, പബ്ലിക് ഗുഡ്സ്. അതായത് ഇതിന്റെ ആൻസർ എങ്ങനെയാ? നമ്മള് ഇപ്പം ക്യാപിറ്റൽ ഗുഡ്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഗുഡ്സ് വെച്ച് നമുക്ക് ഫ്യൂച്ചർ പ്രൊഡക്ഷൻ അത് ഹെൽപ്പ് ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ഗുഡ്സിന്റെ പ്രൊഡക്ഷനെ കുറിച്ച് പറയുന്നത് ഇവിടെ. സോ ആൻസർ ബി, ക്യാപിറ്റൽ ഗുഡ്സ്. ലാർജർ പ്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ലീഡ് ടു ഹയർ പ്രൊഡക്ഷൻ ഇൻ ഫ്യൂച്ചർ. The economic system in which all means of production are owned and controlled by private individuals. So ഇതിന്റെ ആൻസർ എന്താ? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. ആൻസർ ബി, ക്യാപിറ്റലിസം. സോ ഇത് ഈസി അല്ലേ, ക്യാപിറ്റലിസം. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രീഡം ഓഫ് ചോയ്സ്. ഇത് ഈസിയാണ്. ഫ്രീഡം ഓഫ് ചോയ്സ്, നമുക്ക് കൺസ്യൂമേഴ്സ് എല്ലാവർക്കും തന്നെ ചോയ്സ് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരേ സിസ്റ്റം ഏതാ? ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. ഓക്കെ അല്ലേ? എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇൻഇക്വാലിറ്റി, എക്സ്പ്ലോയിറ്റേഷനും ഇൻഇക്വാലിറ്റി മിനിമം. സോ ഇത് നോക്കുക, മിനിമം അണ്ടർ അല്ലെങ്കിൽ മിനിമം അണ്ടർ. എക്സ്പ്ലോയിറ്റേഷൻ കുറവായിരിക്കും, ഇൻഇക്വാലിറ്റിയും കുറവായിരിക്കും. ഇക്വാലിറ്റി അല്ല, ഇൻഇക്വാലിറ്റി കുറവായിരിക്കും. ഏത് എക്കോണമിയുടെ കീഴില? സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ കീഴിലായിരിക്കും എക്സ്പ്ലോയിറ്റേഷൻ, ഇൻഇക്വാലിറ്റി കുറവായിരിക്കുന്നത്. അതായത് ഇക്വാലിറ്റി അവിടെ കൂടുതലായിരിക്കും സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ, കാരണം ഗവൺമെന്റ് അല്ല അവിടെ ഇന്റർവെൻ ചെയ്യണം. അഡ്മിനിസ്ട്രേർഡ് പ്രൈസ്. സോ നമ്മൾ നോക്കിയ ഒരു ടേം ആണ് അഡ്മിനിസ്ട്രേർഡ് പ്രൈസ്. ഇത് ഏത് എക്കോണമിയുടെ കീഴിലാണ് തന്നെ അഡ്മിനിസ്ട്രേർഡ് പ്രൈസ്? അതായത് സോഷ്യലിസ്റ്റ് എക്കോണമിയെ കുറിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ അതിന്റെ ഒരു ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് പറഞ്ഞതായിരുന്നു അഡ്മിനിസ്ട്രേർഡ് പ്രൈസ്. അഡ്മിനിസ്ട്രേർഡ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ? അഡ്മിനിസ്ട്രേർഡ് പ്രൈസ് ഓപ്ഷൻ നോക്കാം. പ്രൈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഈ അഡ്മിനിസ്ട്രേർഡ് പ്രൈസ് എന്ന് ഓർക്കുമ്പോൾ തന്നെ സോഷ്യലിസ്റ്റ് എക്കോണമി ഓർക്കും. അവിടെ ഡിമാൻഡ് സപ്ലൈ ഉണ്ടോ? അവിടെ പ്ലാനിംഗ് കമ്മീഷൻ ആണ്. സോ ഇതല്ല. ഡിറ്റർമൈൻഡ് ബൈ ദ സെല്ലേഴ്സ് ഇൻ ദ മാർക്കറ്റ് ആണോ? അതല്ല. പ്രൈസ് ഡിറ്റർമൈൻഡ് ബൈ ദ എക്സ്റ്റേണൽ അതോറിറ്റി വിച്ച് ഈസ് യൂഷ്വലി ഗവൺമെന്റ്. ഓക്കെ, എക്സ്റ്റേണൽ അതോറിറ്റി ആയിരിക്കും, ഗവൺമെന്റ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചോ. പ്രൈസ് ഡിറ്റർമൈൻഡ് ബൈ ദ എക്സ്റ്റേണൽ അതോറിറ്റി യൂഷ്വലി ഗവൺമെന്റ്. ഒരു ടേം തരുവാണെങ്കിൽ അത് ആദ്യം ഏത് തരത്തിലുള്ള എക്കോണമിയാണെന്ന് റിലേറ്റ് ചെയ്യാൻ നോക്കുക. അഡ്മിനിസ്ട്രേർഡ് പ്രൈസ് എന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റ് എക്കോണമിയാണ്. സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെന്റ് ആണ് ഇൻവോൾവ് ആകുള്ളൂ. ഡിമാൻഡ് സപ്ലൈ എല്ലാം സെക്കൻഡറി ഫാക്ടർ ആണ്. സോ പ്രൈസ് ഡിറ്റർമൈൻഡ് ബൈ ദ എക്സ്റ്റേണൽ അതോറിറ്റി വിച്ച് ഈസ് യൂഷ്വലി ഗവൺമെന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എക്കണോമിക്സ് ദ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം മീൻസ്. എക്കണോമിക്സിലെ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താ? ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയതാണ്. എക്കണോമിക് പ്രോബ്ലം എന്താ? നമ്മുടെ വാട്ട്സ് അൺലിമിറ്റഡും റിസോഴ്സസ് ലിമിറ്റഡുമാണ്. സോ വാട്ട്സ് അൺലിമിറ്റഡ് വാട്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഔട്ട്പുട്ട് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ആണെന്ന് വെച്ചാൽ എന്താ മീനിങ്? എന്നാ അതിന്റെ? നമുക്ക് ഒരു വാണ്ട്സ് അല്ലെങ്കിൽ നമുക്കൊരു ഡിസയർ ഉണ്ട്, അത് നമുക്കൊരു ഔട്ട്പുട്ട് ആയിരിക്കും അല്ലെങ്കിൽ നമുക്കൊരു ഗുഡ്സ് ആയിരിക്കും നമുക്ക് ആവശ്യം തന്നെ. ആ ഗുഡ്സ് റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം എന്നാ? അതിന്റെ ഗുഡ്സ് റെസ്ട്രിക്റ്റഡ് ആകാനുള്ള കാരണം എന്നാ? അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ലിമിറ്റഡ് റിസോഴ്സസ്. സോ ഇവിടെ എന്നാ? റിസോഴ്സസ് ഭയങ്കര സ്കേഴ്സ് ആണ്. അതൊരു പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. ഔട്ട്പുട്ട് ഇസ് റെസ്ട്രിക്റ്റഡ് ടു ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഇസ് ലിമിറ്റഡ്. സെക്കൻഡ് പോയിന്റ്, കൺസ്യൂമർ ഡു നോട്ട് ഹാവ് മച്ച് മണി. ഇവിടെ ക്യാഷ് അല്ലെങ്കിൽ മണിയുടെ ബേസിസിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? നമുക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഗുഡ്സ് മേടിക്കാൻ പറ്റാത്തതെന്ന് പറയുന്നുണ്ടോ? അത് പ്രോബ്ലം അല്ലല്ലോ. ഇവിടെ മണിയുടെ ബേസിസിൽ പറയുന്നില്ല. അൺഎംപ്ലോയ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ദെയർ വിൽ ഓൾവേസ് ബി എ സർട്ടൻ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉള്ളത് കൊണ്ട്. അതായത് അൺഎംപ്ലോയ്മെന്റ് ഉള്ളത് ഒരു പ്രോബ്ലം ആണെന്ന് പറയുന്നുണ്ടോ? അതായത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ലല്ലോ. അത് റിസോഴ്സസ് ആർ നോട്ട് ഓൾവേസ് അലോക്കേറ്റഡ് ഇൻ ആൻ ഒപ്റ്റിമം വേ. സോ ഇവിടെയും റിസോഴ്സസിനെ കുറിച്ച് പറയുന്നുണ്ട്. റിസോഴ്സസ് ബെസ്റ്റ് വേയിൽ അലോക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഒരു പ്രോബ്ലം തന്നെ ഉണ്ട്.
ഇവർ പറയുന്നത് എന്താ, അതായത് ഈ ഫസ്റ്റ് പോയിന്റിനും ഈ ലാസ്റ്റ് പോയിന്റിനും വ്യത്യാസം ഇല്ല. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ പറയണതെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഭയങ്കര സ്കേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഒരു 1000 പീപ്പിൾ ഉണ്ടെങ്കിൽ അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീഡ് അനുസരിച്ചാണ് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് അലോക്കേറ്റ് ചെയ്യുള്ളൂ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ഫോർത്ത് പോയിന്റിൽ പറയുന്നത് നമുക്ക് റിസോഴ്സസ് ഉണ്ട്, അത് പ്രോപ്പർ വേയിൽ അലോക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ഒരു എക്കണോമിക് പ്രോബ്ലം അറൈസ് ചെയ്യുന്നത്. സോ അതല്ലല്ലോ, നമുക്ക് റിസോഴ്സസ് എപ്പോഴും സ്കേഴ്സ് ആണ്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് ആണ്, അതുകൊണ്ടാണ് എക്കണോമിക് പ്രോബ്ലം അറൈസ് ചെയ്യുന്നത്. സോ ഈ വേർഡിൽ നമ്മൾ ഈ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഇത് ഓർത്ത് വെച്ചോ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഫീച്ചർ അല്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടോ? ഉണ്ട്. ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടോ? ഫ്രീഡം ഉണ്ട്. നോ പ്രോഫിറ്റ് നോ ലോസ് ഉണ്ടോ? അതുണ്ടോ? നോ പ്രോഫിറ്റ് നോ ലോസ് എന്നൊരു ഫാക്ടർ ഉണ്ടോ അവിടെ? പ്രോഫിറ്റ് മോട്ടീവ് അല്ലേ അവിടെ? ലാസ്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. സോ സി, നോ പ്രോഫിറ്റ് നോ ലോസ് മോട്ടീവ് അവിടെ ഇല്ല, പ്രോഫിറ്റ് മോട്ടീവ് ആണ് അവിടെ ഉള്ളത്. സോ ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നോക്കിയതാണ്, അതാണ് ഞാൻ പറയാത്തത്. പ്രോഫിറ്റ് മോട്ടീവ് ഇസ് എ മെറിറ്റ് ഓഫ്. പ്രോഫിറ്റ് മോട്ടീവ് എന്ത് എക്കോണമിയുടെ മെറിറ്റ് ആണ്? ഇത് ഈസിയാണ്. പ്രോഫിറ്റ് മോട്ടീവ് ഇസ് എ മെറിറ്റ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ മെറിറ്റ് അല്ലേ പ്രോഫിറ്റ് മോട്ടീവ്. സോഷ്യലിസത്തിന്റെ മോട്ടീവ് എന്താ? വെൽഫെയർ. ഓക്കെ. ഓക്കെ. ഡാഷ് ഈസ് ഓൾസോ കോൾഡ് കമാൻഡ് എക്കോണമി. കമാൻഡ് എക്കോണമി അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് എക്കോണമി അല്ലെങ്കിൽ പ്ലാനിങ് കമ്മീഷൻ ഒക്കെ ഉള്ള എക്കോണമി എന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റ് എക്കോണമി. ഓക്കെ. സോ ഇത്രയാണ് യൂണിറ്റ് 2 അല്ലെങ്കിൽ ചാപ്റ്റർ 1ന്റെ ഓവറോൾ ക്വസ്റ്റ്യൻസ്. ചാപ്റ്റർ 1ന്റെ യൂണിറ്റ് 2ലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ ഡിസ്കസ് നമ്മൾ ചെയ്തേക്കുന്നത്. യൂണിറ്റ് 1 റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ പ്രീവിയസ് വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ പോയി കാണുക. ഓക്കെ. ഇനി ഞാൻ അടുത്ത നമ്മൾ ഡിമാൻഡ് സപ്ലൈ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത അപ്കമിങ് വീഡിയോയിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാം പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.